അങ്ങനെ സ്വന്തം അമ്മൂമ്മയ്ക്കെതിരെ അഹാന കൃഷ്ണ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഇതിനൊരു അവസാനമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇത്തവണ ഒരു വീഡിയോ ആയിട്ടല്ലേ കേട്ടോ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് പുള്ളിക്കാരി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പൊ അഹാനയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: എന്തായാലും നേരിടുക തന്നെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും അതീവ വേദനാജനകമായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ പാടില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും ജീവിച്ചിരുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. വികാരങ്ങൾ അതിര് കടക്കുമ്പോൾ പലപ്പോഴും യുക്തിയേക്കാൾ ഹൃദയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പലപ്പോഴും പ്രതികരിച്ചു പോകാറുള്ളത്. 2025 ഒക്ടോബറിൽ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറി. ചില നിർഭാഗ്യകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ മുത്തശ്ശിക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷൺമുഖന്റെ കന്നിക്കാഴ്ചയൊന്നുമല്ല, പക്ഷേ എവിടെയോ ഉള്ളിലൊരു നീറ്റല്. ഒരു മനുഷ്യനോടും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്തതും ലിമിറ്റ് ക്രോസ് ചെയ്യുന്നതുമായിരുന്നു. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ അവ ഭയങ്കര അശ്ലീലവും ലൈംഗികവും അപമാനിക്കുന്നതും മനുഷ്യത്വം നിഷേധിക്കുന്നതുമായിരുന്നു. സ്വന്തം അമ്മൂമ്മയുടെ വായിൽ നിന്നും അത്തരം വാക്കുകൾ കേൾക്കേണ്ടി വരുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ആ വാക്കുകൾ ഇവിടെ ആവർത്തിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണം. എന്നെ കുറിച്ച് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനകൾ പ്രചരിപ്പിച്ച് എന്റെ പ്രശസ്തിക്ക് കേടുവരുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതിനാൽ എന്റെ കസിനെതിരെ ഡിഫമേഷൻ അടക്കമുള്ള പൂർണ്ണ നിയമ നടപടികൾ സ്വീകരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷെ 2 കാരണങ്ങളാൽ ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇത്രയുമാണ് അഹാനെ കുറിച്ച വാക്കുകൾ. ഞാൻ അടിമുടി തീ പിടിച്ചിരിക്കുക. എല്ലാത്തിനും ഞാൻ വെടിവെച്ചു കൊല്ലും. എന്നിട്ട് 3-ാം നിലയുടെ മോളിന് താഴ്ത്തി കിടത്ത് ചാടും. എന്നിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ അതെന്റെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോളൂ.